നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സിറമെന്നോ ക്രീമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കുക. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ നല്ല ചൂടാണ്, നിങ്ങൾ രാവിലെ എണിച്ചതും നമ്മൾ ബ്രഷ് ചെയ്യലും മുഖമൊക്കെ കഴുകൽ കഴിഞ്ഞതും നിങ്ങളിത് ഉപയോഗിക്കുക. അതിന് ശേഷം നിങ്ങൾ വിയർത്ത് കുളിക്കുകയാണല്ലോ നമ്മൾ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഉച്ചയ്ക്കും മുഖം കഴുകുമ്പോൾ ഉപയോഗിക്കുക, രാത്രി കിടക്കണതിന് മുമ്പ് ഇത് ഉപയോഗിക്കാം. നല്ല അടിപൊളിയാണ്. ഇത് നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്നുണ്ട്, മുഖക്കുരു വന്ന പാടുകളൊക്കെ നല്ലപോലെ കുറയ്ക്കുന്നുണ്ട്, അതുപോലെ മുഖത്തിന് നല്ലൊരു ഗ്ലോ കൂടി കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയത് നോക്കിയിട്ട് വന്നാലോ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരാഴ്ചത്തേക്കുള്ള ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം, സൂക്ഷിച്ച് വെക്കണം. അതിന് ശേഷം ഒരാഴ്ചയിൽ നിന്ന് കൂടുതൽ ഉപയോഗിക്കരുത്. അതിന് ശേഷം നമുക്ക് അടുത്തത് ഉണ്ടാക്കണം ഒരാഴ്ചത്തേക്ക്. അങ്ങനെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ എത്ര പ്രോബ്ലമുള്ള സ്കിന്നായാലും നല്ലപോലെ ക്ലിയർ ആയി കിട്ടും നിങ്ങൾക്ക് കേട്ടോ. ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുന്നുണ്ട്, എൻ്റെ പേര് ദീപ എന്നാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഇതവിടെ ഒരു 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ചെറിയ ക്യാരറ്റായ കാരണം 2 എടുത്തത്. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ജ്യൂസ് എടുക്കണം. അപ്പോൾ ഞാനതൊന്ന് ഗ്രേറ്റ് ചെയ്യട്ടെ കേട്ടോ. ഇപ്പോൾ ആ 2 ക്യാരറ്റും നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ജ്യൂസ് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗൾ വെച്ചു, അതിൻ്റെ മുകളിൽ നമുക്കൊരു അരിപ്പ് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ജ്യൂസ് മാത്രമേ വീഴുള്ളൂ, ചണ്ടി വീഴരുത്. ഇത് നല്ല സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ക്രീമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് തന്നെ വേണം. ക്യാരറ്റ് വെച്ച് നമ്മുടെ സ്കിന്നിലത്തെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ പറ്റും. വിറ്റാമിൻ സി ധാരാളം ഉള്ളതാണ്. അതുപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകൾ മാറും, മുഖം നല്ലപോലെ നല്ലപോലെ കളർ വരും കേട്ടോ. അപ്പോൾ ക്യാരറ്റിൻ്റെ ജ്യൂസ് വെള്ളം ചേർക്കാതെ എടുക്കണം, വെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജ്യൂസ് പിഴിഞ്ഞെടുക്കുകയാണ്. നമുക്ക് ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ടാക്കി വെച്ചാൽ മതി, കൂടുതലൊന്നും ഉണ്ടാക്കി വെക്കരുത്. ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക വേണം. അപ്പോൾ നമുക്കിതാ ക്യാരറ്റ് ജ്യൂസ് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഇതിലേക്ക് ഒഴിച്ചു, കയ്യിൽ മുഴുവനുമായി. ഇനി നമുക്ക് ആവശ്യം അലോവേര ജെല്ലാണ്. അപ്പോൾ നമുക്ക് അലോവേര ജെല്ല് ഇതിലേക്ക് രണ്ട് സ്പൂൺ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂണ് റോസ് വാട്ടർ, കൊടുത്ത് മിക്സ് ചെയ്യുക. കട്ടിക്ക് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ കട്ടിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കുക. അല്ല നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇതിൽ കൂടുതൽ എടുത്തേക്കുന്നത് നമ്മുടെ ക്യാരറ്റ് ജ്യൂസാണ്. ഞാൻ എപ്പോഴും എടുക്കുമ്പോൾ ക്യാരറ്റ് ജ്യൂസാണ് കൂടുതൽ എടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ക്യാരറ്റ് ജ്യൂസ് മുന്തി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല നിങ്ങൾക്ക് ക്യാരറ്റ് ജ്യൂസിന് അല്ല അലോവേര ജെല്ലാണ് കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കണ മാതിരിയാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 സ്പൂണാണ്, ഒരു 2-2.5 സ്പൂണോളം അലോവേര ജെൽ ഇട്ട് കൊടുത്തു. ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ, 1 സ്പൂണ് നമ്മുടെ റോസ് വാട്ടർ. ഇത് നമുക്ക് നമ്മുടെ മുഖം ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മുടെ ഗുണം എന്തൊക്കെയാണെന്നുള്ളത്. ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം ഒരാഴ്ചത്തേക്കുള്ളത്. 2 നേരം 3 നേരം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുക. എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടുല്ലോ ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണ്. അലോവേര ജെൽ തീർച്ചയായും വാങ്ങി തന്നെ വേണം. ഞാൻ വാങ്ങിയത് വെച്ചിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിത് ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കി വെച്ച് പറഞ്ഞാൽ ധാരാളമാണ്. നമ്മുടെ ക്യാരറ്റ് കൊണ്ട് നമ്മുടെ സ്കിൻ നല്ലപോലെ ക്ലിയർ ആക്കാൻ പറ്റും, നല്ലപോലെ വെളുക്കും. അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയുന്നുണ്ട്, മുഖക്കുരു വന്ന പാടുകളൊക്കെ കുറയുന്നുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇത് ഉപയോഗിച്ചാലും സൺസ്ക്രീൻ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ഞാൻ പഴയ ഒരു സിറത്തിൻ്റെ കുപ്പിയിലാണ് ഞാനത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുപ്പി തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ ക്രീമിൻ്റെ ഡപ്പ ആയാലും മതി, അതിലാണെച്ചാലും ആക്കി വെക്കുക. ഇതെങ്ങനെ ഉപയോഗിക്കുകയെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിങ്ങനെയാണ് ഉപയോഗിക്കുക കേട്ടോ. മുഖം നല്ലപോലെ വൃത്തിയിൽ കഴുകിയതിന് ശേഷം ഇതിങ്ങനെ എടുത്തിട്ട് നല്ല അടിപൊളി സിറം ക്രീം എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ ക്രീം പറഞ്ഞിട്ടാണ് ഉപയോഗിക്കാറ്. കാരണം ഞാൻ കട്ടിക്കൊന്നും അങ്ങോട്ട് ഇടാറില്ല. ഞാനിങ്ങനെ ഈ സിറത്തിൻ്റെ കുപ്പിയിലാക്കി വയ്ക്കുക. കാരണം അതങ്ങനെ ഒരു
ഒരു ചെറിയൊരു ലിക്വിഡ് പോലെ ഒരു സിറത്തിൻ്റെ ആ ഒരു രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കാറ്. ഇപ്പോൾ ഇതാ ഫേസിൽ തേച്ചു. നമുക്കൊരു 5-6 ഡ്രോപ്സ് ഉണ്ട് വെച്ചാൽ മുഖത്ത് മൊത്തമായി കഴുത്തിലും ഒക്കെ തേക്കാം കേട്ടോ. അപ്പോൾ നല്ല നമുക്ക് മുഖത്തിന് ഒരു പ്രത്യേക ഒരു തിളക്കം വരും നമുക്കിത് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നല്ല അടിപൊളി റിസൾട്ടാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും. മുഖം ക്ലിയർ ആവും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. നമുക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് വഴി ഒന്ന് അറിയിക്കണം. ഓക്കെ, ബൈ.